ഏയ് നിൽക്ക്, ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ എങ്ങോട്ടാണ് ഇവളെ കൊണ്ടുപോകുന്നത്? ഞാനാണ് ഇവളുടെ ഭർത്താവ്. വൈദ്യനും സാഹിത്യകാരനും പണ്ഡിതനും അന്യോന്യം നോക്കി. ഈ ഫക്കീർ ബൽക്ക് രാജകുമാരിയുടെ ഭർത്താവ്. അവരുടെ അന്താളിപ്പ് കണ്ടപ്പോൾ അയാൾ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞു, കുമാരിക്ക് എന്നെ അറിയില്ല. പക്ഷേ കുമാരിയുടെ പിതാവ് മൻസൂർ അലി ഖാൻ രാജാവിന് എന്നെ അറിയാം. ഇപ്പോഴും മൂന്നാളുകളുടെയും അന്താളിപ്പ് മാറിയില്ല. അതിനാൽ ഫക്കീറിന് കഥയുടെ ചുരുളയക്കേണ്ടി വന്നു. നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അദ്ദേഹം എന്നാണ് എൻ്റെ പേര്. എന്ത്? കേട്ട് അവർ ആകെ അത്ഭുതപ്പെട്ടു പോയി. ദുനിയാവ് ത്യജിച്ച് ഉലകം ചുറ്റുന്ന അദ്ദേഹമോ? അതെ, ആ അദ്ദേഹം തന്നെയാണ് ഞാൻ. അദ്ദേഹം എന്ന പരിത്യാഗി ഒന്നുമല്ലാത്ത എൻ്റെ ഭർത്താവാണ്. കുമാരിയും അവിശ്വാസം കൊണ്ട് അന്താളിച്ചുപോയി. നിങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. എന്നെപ്പോലെ 39 ഫക്കീർമാർ അക്കാണുന്ന ബുഹാറ കുന്നിൻ മുകളിലുണ്ട്. ദൈനംദിന ജീവിതത്തിന് വേണ്ടി വിറകുകൾ ശേഖരിച്ച് ബൽക്ക് പട്ടണത്തിൽ വിൽക്കലാണ് ഞങ്ങളുടെ തൊഴിൽ. വിറക് വിറ്റ് കിട്ടുന്ന കാശിന് അന്നന്ന് കഴിക്കാനുള്ള അന്നം മാത്രം വാങ്ങും. മിച്ചം വന്നത് പട്ടിണി പാവങ്ങൾക്ക് നൽകും. ഒരിക്കൽ ഞങ്ങൾ വിറക് ശേഖരിച്ച് അങ്ങാടിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു ജീവിയുമില്ല. എന്താണ് സംഭവിച്ചതെന്നറിയാതെ തൊട്ടടുത്ത് കണ്ട രണ്ടാളുകളോട് ഞങ്ങൾ വിവരമന്വേഷിച്ചു. ഇന്ന് ബൽക്ക് രാജകുമാരി സൊഫിയയുടെ നീരാട്ടാണ്, നിങ്ങൾ അറിഞ്ഞില്ലേ? അങ്ങാടിയിലെ കുളത്തിൽ കുളിക്കണമെന്ന് കുമാരിക്കൊരാശ. പക്ഷേ അന്യപുരുഷന്മാരെന്നും കാണരുതെന്ന് അവൾക്ക് നിർബന്ധം. ഏക മകളുടെ ഒരാഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി രാജാവ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുമാരി കുളിച്ചു വരുന്നത് വരെ ആരും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, ആരും അങ്ങാടിയിൽ ഉണ്ടാവാൻ പാടില്ല. എനിക്കത് കേട്ടപ്പോൾ ആ പെണ്ണിനോട് ഒരിഷ്ടം തോന്നി. ഒരു കരുതലുള്ള പെണ്ണാണല്ലോ അത്. ഒന്ന് കാണാൻ ഞാൻ ഉള്ളാൽ ആഗ്രഹിച്ചു. ഞാൻ വഴിയിലൊരിടത്ത് പതുങ്ങി നിന്നു. ദാ മഞ്ചലിലേറി വരുന്നു രാജകുമാരി സൊഫിയ. പ്രതീക്ഷിച്ചതിലും നേരത്തെ പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് ചുറ്റും മഞ്ചൽ മറച്ചിട്ടുണ്ട്. കാണാൻ കഴിയില്ലെന്ന കാര്യം തീർച്ചയായി. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു കാറ്റ് വന്നത്. പല്ലക്കിന്റെ മറ പൊങ്ങി രാജകുമാരിയുടെ സുന്ദരമായ മുഖം ഞാൻ കണ്ടു. പല്ലക്കിനകത്ത് ദിക്റ് ചൊല്ലിയിരിക്കുന്ന രാജകുമാരിയെ, ഈ സൊഫിയയെ കണ്ടത് മുതൽ തുടങ്ങിയതാ ഈ സുന്ദരിയെ കിട്ടണമെന്ന പൂതി. ഹൃദയത്തിനകത്ത് നാം വിട്ട ആ സ്നേഹക്കതിർ വളരാൻ തുടങ്ങി. മൻസൂർ രാജാവിനെ അറിയിക്കണമല്ലോ. ഇതും പറഞ്ഞ് അങ്ങു ചെന്നാൽ എന്താവും? ആദികൾ എന്നെ വരിഞ്ഞു മുറുക്കി. അവസാനം ഒരു ഉപായം തോന്നി. ഫക്കീർമാർക്കായി ഒരു ദിവസമുണ്ട് കൊട്ടാരത്തിൽ. അന്ന് ബൽക്കിലെ പാവങ്ങൾക്ക് മാത്രമേ ദർബാറിലേക്ക് പ്രവേശനമുള്ളൂ. അവരുടെ പരാതികൾ മന്ത്രിയോട് അവതരിപ്പിക്കാം. മന്ത്രിക്ക് പരിഹരിക്കാനാവാത്തത് രാജാവിനോട് നേരിട്ട് പറയാം. ആ ദിവസം പുലരും മുമ്പ് തന്നെ ഞാൻ കൊട്ടാര വളപ്പിൽ ചെന്നിരുന്നു. മന്ത്രി കസാരയിൽ വന്നിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ പൂതി പറഞ്ഞു. അയാൾ എന്നെ ഒന്ന് നോക്കി. എന്നെ പേടിപ്പിക്കാനായി അയാൾ വാളെടുത്ത് ഓങ്ങി. ഭാഗ്യവശാൽ മൻസൂർ രാജാവ് ആ രംഗം കണ്ടു. നിർത്തൂ! എന്റെ ദർബാറിലേക്ക് വന്ന പട്ടിണി പാവത്തിനു നേരെ വാളോങ്ങുന്നുവോ? രാജാവ് മന്ത്രിയോട് കോപിച്ചു. പേടിച്ചു വിറച്ച് എന്നെ രാജാവ് അടുത്തേക്ക് വിളിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ ആവശ്യം കേട്ട് രാജാവും പരുങ്ങി. പക്ഷേ രാജാവ് ഒരു ഉപാധി വെച്ചു. ഒരു പിടി മുത്ത് മഹറായി തരണം, എന്നാൽ എൻ്റെ മകൾ സൊഫിയെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. കടലിനടിയിൽ കിടക്കുന്ന മുത്ത് ഈ ഫക്കീറായി എനിക്കെങ്ങനെ കിട്ടാനാണ്? അങ്ങനെ ആ പൂതി കത്തിപ്പോവും. ഇതായിരിക്കണം രാജാവ് വിചാരിച്ചത്. പക്ഷേ എനിക്കത് കിട്ടിയേ തീരൂ. എൻ്റെ ഇഷ്ടവും പ്രണയവുമൊക്കെ അത്രയും ആത്മാർത്ഥമായിരുന്നു. ഞാൻ സമ്മതിച്ചു, കൊണ്ടുതരാം. എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അന്നു മുതൽ ഞാൻ നാടുനീളെ മുത്തന്വേഷിച്ചു നടന്നു. എവിടെന്നാണ് എനിക്ക് മുത്ത് കിട്ടുക? ഞാൻ പലരോടും ചോദിച്ചു. കടലിൽ കിട്ടും, ആളുകൾ പറഞ്ഞു. ഞാൻ കടലിലേക്കോടി. അനിയന്ത്രിതമായ പ്രണയത്തിനും സ്നേഹത്തിനും മുന്നിൽ ഞാൻ അന്ധനായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരു പിടി മുത്ത് കിട്ടുമോ? മുക്കുവന്മാരോട് ഞാൻ ചോദിച്ചു. അവരെന്നെ പരിഹാസത്തോടെ നോക്കി. അവരെന്നെ വിളിച്ചു ഭ്രാന്തൻ.
ഞാൻ കടലോരത്തുകൂടെ അലഞ്ഞു. അപ്പോഴുണ്ട് ഒരു വയോധികൻ കയ്യും കെട്ടി കടലിലേക്ക് നോക്കി നിൽക്കുന്നു. അയാളെയും വിട്ടില്ല. അയാളോട് ഞാൻ ചോദിച്ചു, കടലിൽ എവിടെയാ മുത്ത് കിട്ടുക? അദ്ദേഹം പറഞ്ഞു, ആയക്കടലിൽ ഉണ്ടാവും. എടുക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെ? വെള്ളം കോരി ഒഴിച്ചാൽ മതി. കടൽ വറ്റിച്ചാൽ മുത്തു വരാം. മതിമറന്നു പോയ ഞാൻ ആ വയോധികൻ പറഞ്ഞത് കേട്ട് കടലിലേക്ക് ഇറങ്ങി. കൈക്കുമ്പിളിൽ വെള്ളം കോരി കരയിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. എന്റെ ആർത്തി കണ്ടിട്ടാവണം അയാൾ ചിരിച്ചു. അപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. ഞാൻ കോരിയിട്ട് എങ്ങനെ ഈ കടൽ വറ്റിക്കാൻ കഴിയും? അയാൾക്കും എന്നോട് സഹതാപം തോന്നിക്കാണുന്നു. നീ ഒരു 3 കുമ്പിൾ കൂടി കോരി നോക്ക്, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പറ, അയാൾ ആശ്വസിപ്പിച്ചു. ഞാൻ 2 കൈക്കുമ്പിളുകൾ കൂടി കോരി. ഒന്നുമില്ല. ഞാൻ അയാളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. ഒന്നുകൂടി കോരി, അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. 3-ാമത്തെ കുമ്പിളും കോരി. അതിലും ഉപ്പുവെള്ളം തന്നെ. ഞാൻ വയോധികന്റെ മുഖത്തേക്ക് ഈർഷ്യത്തോടെ നോക്കി. എന്റെ മുഖത്തേക്കല്ല, കൈയിലേക്ക് നോക്കി. അദ്ദേഹം പറഞ്ഞു, അത്ഭുതം. നോക്കിയപ്പോൾ എന്റെ കൈക്കുമ്പിളിൽ നിറയെ മുത്തുകൾ.